ഹായ് ഫ്രണ്ട്സ്, എന്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ 2021 മുതൽ 2025 വരെ നമ്മുടെ കേരള PSC നടത്തിയിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യനിലെയും മലയാളത്തിൽ നിന്നുള്ള പര്യായ പദങ്ങളിൽ നിന്ന് ചോദിച്ചത്, നമുക്ക് അർത്ഥം ചോദിച്ചിട്ടും പര്യായ പദം ചോദിച്ചിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ? അപ്പൊ അതിൽ നിന്നുള്ള മുഴുവൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും വിടാതെയുള്ള മുഴുവൻ പര്യായ പദങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇംഗ്ലീഷിന്റെ സിനോണിംസ് ക്ലാസ്സിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് പോകാൻ കഴിയുള്ളൂ മക്കളെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം. തീർച്ചയായിട്ടും ക്ലാസ് കാണുന്ന ഓരോരുത്തരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വലതുവശത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. തീർച്ചയായിട്ടും ക്ലാസ് കാണുമ്പോൾ ഒരു കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. തീർച്ചയായും കൂട്ടുകാരെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഓരോ സബ്ജക്റ്റ് വൈസ് ക്ലാസ് എടുക്കുമ്പോഴും അതാത് പ്ലേലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എപ്പോഴാണ് പിന്നെ റിവിഷൻ ചെയ്യുന്നത് ആ സമയത്ത് പ്ലേലിസ്റ്റ് നോക്കി കണ്ടിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് സിനോണിംസ് വളരെയധികം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പൊ നമുക്കിനി പര്യായ പദത്തിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ധൃതി, ധൃതി ഇല്ലേ നമ്മൾ പറയാണ്ട്, എനിക്ക് പെട്ടെന്ന് ധൃതി ഉണ്ട്, പെട്ടെന്ന് പോണം എന്ന് പറയും അല്ലേ? അപ്പൊ ധൃതി, ധൃതി എന്നതിന്റെ പര്യായ അർത്ഥം എന്താ വരിക? ധൃതി എന്ന് പറയുമ്പോ പറയണം കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. പഠിച്ചിരിക്കുന്ന കൂട്ടുകാരല്ലേ നിങ്ങളൊക്കെ? നന്നായിട്ട് റിവിഷൻ ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം ഏതാ വരാ? എന്തൊക്കെയാണ് ധൃതിക്ക് എന്തൊക്കെ പര്യായങ്ങൾ വരും? ഉറപ്പ്. എന്താണ് ധൃതിക്ക് എന്തൊക്കെ പര്യായങ്ങൾ വരും? ഉറപ്പ് വരും. പിന്നെ എന്താ വരിക? തിടുക്കം. എന്താണ്? തിടുക്കം ട്ടോ. തിടുക്കം അല്ലേ? പെട്ടെന്ന് ധൃതിയാണ്, അവർക്ക് ഭയങ്കര ധൃതിയാണ് പറയില്ലേ? തിടുക്കം. പിന്നെ എന്താ പറയാ? വേഗം അല്ലേ? എന്താണ്? വേഗം എന്ന് പറയാം. അതുപോലെ എന്താണ്? സ്ഥൈര്യം എന്നും പറയാം. എന്താണ്? സ്ഥൈര്യം ട്ടോ. ഇത്രയും പര്യായ പദങ്ങള് ധൃതിയുടെ പര്യായ പദങ്ങളാണ്. ധൃതി എന്തൊക്കെയാണ്? ഉറപ്പ്. എന്താണ്? ഉറപ്പ്, തിടുക്കം, വേഗം, സ്ഥൈര്യം. ഓക്കെ, സ്ഥൈര്യം. ഇനി അഗ്നിയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? അഗ്നി, അഗ്നി എന്ന തീ അല്ലേ? തീക്ക് എന്തൊക്കെ, അഗ്നിക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ വരും? ഏതൊക്കെയാണ് അഗ്നിക്ക് പര്യായ പദങ്ങൾ വരുന്നത്? എന്തൊക്കെയാണ്? അനലൻ ല്ലേ? അനലൻ ല്ലേ? ഞാൻ്റെ വള്ളിയിട്ട കാറ്റായി മാറും ട്ടോ. ഇതാണ് ഇതിൽ പ്രത്യേകത, മനസ്സിലായോ? അനിലൻ വന്നാൽ കാറ്റായി, പക്ഷെ അഗ്നി എന്താണ്? അനലൻ ല്ലേ? അനലൻ. പിന്നെയോ, പിന്നെ എന്ത് വരും? ശിഖി, ശിഖി. ശിഖി എന്താണ്? അഗ്നിയാണ്. പിന്നെ വൈശ്വാനരൻ, വൈശ്വാനരൻ, വൈശ്വാനരൻ എന്താണ്? ഇത് മൂന്നും അഗ്നിയുടെ പര്യായ പദങ്ങളാണ്. മനസ്സിലായോ? ഇത് കാറ്റഗറി കോഡ് ഞാൻ കൊടുക്കാം കേട്ടോ. ഇവിടെ കാറ്റഗറി കോഡ് കൊടുക്കാവേ. 47/24, ഇത് 102/24 കേട്ടോ. അപ്പൊ അനലൻ, അഗ്നിയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? അനലൻ, ശിഖി, വൈശ്വാനരൻ ട്ടോ. എന്താണ്? വൈശ്വാട്ടോ, വൈശ്വാന്നാണ്, വൈശ്വാനരൻ എന്നാണ് കേട്ടോ. വൈശ്വാനരൻ. ഇനി വിഹഗം. എന്താണ് വിഹഗം പറഞ്ഞാൽ? വിഹഗം, വിഹഗം പറഞ്ഞാൽ എന്താണ്? വിഹഗം പറഞ്ഞാൽ എന്താണ്? പക്ഷി. പക്ഷിനെ എന്തൊക്കെ പര്യായങ്ങൾ പറയാം? വിഹഗം ട്ടോ. വിഹഗം പറഞ്ഞാൽ പക്ഷിയാണ്, പക്ഷിയാണ്. അടുത്തത് മുഖം. മുഖത്തിന് എന്തൊക്കെ പറയാം? മുഖം, മുഖത്തിന് വദനം പറയാം അല്ലെ? മുഖത്തിന് എന്ത് പറയാം? വദനം. എന്താണ്? മുഖമാണ് അല്ലെ? ഇനി മഞ്ഞ്. ഓക്കെ, മഞ്ഞെന്ന് ഇങ്ങനെ ഇടണേ. മഞ്ഞിന് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ പര്യായ പദങ്ങളിൽ റിപ്പീറ്റേഷൻ വന്നതില്ലേ, ആ റിപ്പീറ്റേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ? നമുക്ക് മനസ്സിലാക്കണം എത്ര റിപ്പീറ്റേഷൻ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. വേണ്ടേ? വേണം. അപ്പൊ അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞിന് പര്യായ പദങ്ങൾ എന്തൊക്കെ പറയാം? മഞ്ഞ്, മഞ്ഞ്. നീഹാരം അല്ലേ? നീഹാരം മഞ്ഞാണ്. പിന്നെ എന്ത് പറയാം? തുഷാരം മഞ്ഞാണ് അല്ലേ? നിഹാരം, തുഷാരം മഞ്ഞാണ്. മുഖത്തിന് എന്ത് പറയാം? വദനം, മുഖമാണ് അല്ലേ? വദനം മുഖമാണ്. പിന്നെയോ വിഹഗം. വിഹഗം പറഞ്ഞാൽ എന്താണ്? പക്ഷി. നമ്മൾ എപ്പോഴും പറയും പക്ഷി, പക്ഷി, പക്ഷി. ഇനി ഒന്ന് മാറ്റി പിടിക്കുക, വിഹഗം പറയേ, വിഹഗം. ഇനി വീതി. എന്താണ് വീതി? വീതിന് നമുക്ക് എന്ത് പറയാം? വഴി ഇല്ലേ? വഴികളിലൂടെ, വീതികളിലൂടെ. വീതി പറഞ്ഞ എന്താണ്? വഴി ഇല്ലേ? വീതി പറഞ്ഞ എന്താണ്? വഴി. അപ്പൊ ധൃതിക്ക് എന്തൊക്കെ പര്യായങ്ങൾ പഠിച്ചു? ഉറപ്പ്, തിടുക്കം, വേഗം, സ്ഥൈര്യം. അഗ്നിക്കോ? അനലൻ, ശിഖി,
വൈശ്വാനരൻ അല്ലേ, ശിഖി വൈശ്വാനരൻ. വിഹഗം പറഞ്ഞാൽ എന്താ, പക്ഷിയാണ്. മുഖത്തിന് എന്താ പറയും, വദനം എന്ന് പറയാം. മഞ്ഞിന് നീഹാരം തുഷാരം. മഞ്ഞിന് എന്താണ്, നീഹാരം തുഷാരം. പിന്നെ അടുത്തത് നോക്കാം, വീതി എന്താ, വഴി. അടുത്തത് പക്ഷിക്കൂട്. പക്ഷിക്കൂട് എന്നതിന് പര്യായം, പക്ഷിക്കൂട് എന്ത് പറയാം, നീഡം എന്ന് പറയാം. പക്ഷിക്കൂടിന് മറ്റൊരു പേരാണ് നീഡം. ഏതാണ്, നീഡം, നീഡം, നീഡം ട്ടോ, നീഡം. അടുത്തത് പുത്രൻ. നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളല്ലേ പുത്രൻ എന്ന് പറയില്ലേ. പുത്രൻ എന്ന എന്തൊക്കെ പുത്രന് പര്യായ പദങ്ങൾ പറയാം, പുത്രന് എന്തൊക്കെ പര്യായ പദങ്ങൾ പറയാം. തനയൻ അല്ലേ, എന്താണ്, തനയൻ എന്ന് പറഞ്ഞാലും പുത്രനാണ്. ആത്മജൻ എന്ന് പറഞ്ഞാലും പുത്രനാണ്. തനയൻ, ആത്മജൻ, തനുജൻ. തനുജൻ, അനുജൻ അല്ലേ, നമ്മൾ അനുജൻ എന്ന് പറയും. അപ്പൊ തനുജൻ, തനയൻ, ആത്മജൻ ഇതൊക്കെ എന്താണ്, പുത്രനാണ്, പുത്രനാണ്. ഇനി മാൻ. മാനിന് എന്ത് പര്യായങ്ങൾ പറയാം, മാൻ, മാന് ഏതാണ്, ഏണം. എന്താണ്, ഏണം പറഞ്ഞാൽ എന്താണ്, മാനാണ് ട്ടോ. ഏണം പറഞ്ഞാൽ എന്താണ്, മാനാണ്. എന്താണ്, ഏണം പറഞ്ഞാൽ എന്താണ്, മാന്. പിന്നെ മൃത്തിക. മൃത്തിക, മൃത്തിക 78/24. മൃത്തിക എന്നതിന്റെ പര്യായം, മൃത്തിക എന്തിന്റെ പര്യായം, അതാണ് മൃത്തിക. ഏതാണ്, മണ്ണ്. മണ്ണ്, മണ്ണിന്റെ പര്യായ പദമാണ് മൃത്തിക. അപ്പൊ മൃത്തികനെ നമുക്ക് എന്തും പറയാം, മണ്ണ് എന്നും പറയാം. ഓക്കെ, നമ്മൾ മണ്ണ് മണ്ണ് പറയാം. അപ്പൊ ഇനി ഒന്ന് മാറ്റി പിടിക്ക, മൃത്തിക. മൃത്തിക പറഞ്ഞാൽ എന്താ, മണ്ണ്, മണ്ണ്. അടുത്തത് ഇരുമ്പ്. ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം, ഇരുമ്പ്. ഏതാണ്, ആയസം. ആയസം പറഞ്ഞാൽ എന്താണ്, ഇരുമ്പാണ്. ആയസം. അതായത് മൃത്തിക എന്തിന്റെ പര്യായ പദമാണ് എന്നാണ് ചോദിച്ചത് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതിന്റെ പര്യായ പദമാണ്, മണ്ണിന്റെ പര്യായ പദമാണ്. അതേപോലെ ഇരുമ്പ് താഴെ തന്നിട്ടുള്ളതിൽ ഇരുമ്പ് എന്ന അർത്ഥം വരുന്ന പദം ഏത്, പര്യായ പദം ഏത് ചോദിച്ചു, ആയസം. ആയസം പറഞ്ഞാൽ എന്താണ്, ഇരുമ്പാണ്. ആയസം പറഞ്ഞാൽ ഇരുമ്പ്. അടുത്തത് നിരാമയൻ എന്നാൽ, നിരാമയൻ. നിരാമയൻ എന്താണ്, നിരാമയൻ എന്താണ്, ദുഃഖമില്ലാത്തവനാണ് അല്ലേ, ദുഃഖമില്ലാത്തവൻ. ദുഃഖമില്ലാത്തവൻ എന്നതിന്റെ പര്യായ പദമാണ് നിരാമയൻ എന്ന് പറയുന്നത്, നിരാമയൻ എന്ന് പറയുന്നത്. അടുത്തത് ജലത്തിന്റെ പര്യായങ്ങൾ. ജലം. ജലം, ജലത്തിന് എന്തൊക്കെ പര്യായ പദങ്ങൾ വരാം, ജലം. സലിലം പറയാ അല്ലെ, സലിലം ജലമാണ് അല്ലെ, സലിലം ജലമാണ്. പിന്നെ പ്രഭാവം. പ്രഭാവം എന്നതിന്റെ പര്യായ പദം, പ്രഭാവം എന്ന വാക്കിന്റെ പര്യായങ്ങൾ ഏതൊക്കെ വരാം, പ്രഭാവം. എന്താണ്, ശക്തി. എന്താണ്, പ്രഭാവത്തിന്റെ പര്യായ പദങ്ങള് ശക്തി, മഹത്വം. ശക്തി, മഹത്വം, മഹിമ അല്ലേ. ഭയങ്കര പ്രഭാവമുള്ള ആൾക്കാരാണ് അല്ലേ, നല്ല പ്രഭാവത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരാണെന്ന് പറയില്ലേ. അതായത് നല്ല മഹത്വത്തോടു കൂടിയും നല്ല മഹിമയോടുകൂടിയും നല്ല ശക്തിയോടുകൂടിയും ഇരിക്കുന്നതാണ് അല്ലേ പ്രഭാവം എന്ന് പറയുന്നത്. 135/2024 ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പ്രമാദം. പ്രമാദം ഏതാണ്, പ്രമാദം. പ്രമാദം, പ്രമാദത്തിന്റെ പര്യായ പദങ്ങള് ഏതൊക്കെ വരും, പ്രമാദം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ഭയം. വർദ്ധിച്ച ഭയം, പ്രമാദം വർദ്ധിച്ച ഭയം. അതുപോലെ ഓർമ്മക്കേട്. എന്താണ്, ഓർമ്മക്കേട്. പിന്നെ ശ്രദ്ധയില്ലായ്മ. ശ്രദ്ധയില്ലായ്മ. ശ്രദ്ധയില്ലായ്മ ഇതൊക്കെ ഏതിന്റെ പര്യായ പദങ്ങളാണ്, പ്രമാദത്തിന്റെ പര്യായ പദങ്ങളാണ്. വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, പിന്നെ ഏതാണ്, ശ്രദ്ധയില്ലായ്മ. ശ്രദ്ധയില്ലായ്മ ഇതൊക്കെ പ്രമാദത്തിന്റെ പര്യായ പദങ്ങളാണ്. ആർദ്രം. ആർദ്രം എന്താ, ആർദ്രം പറഞ്ഞാൽ എന്താ, ആർദ്രം പറഞ്ഞാൽ എന്താണ്, നനവുള്ള അല്ലെ. ആർദ്രം പറഞ്ഞാൽ എന്താണ്, നനവുള്ള. ആർദ്രം പറഞ്ഞാൽ എന്താണ്, നനവുള്ള. നനവുള്ള. മനസ്സ്. മനസ്സ് എന്നതിന്റെ പര്യായ പദം എന്ത് വരും, മനസ്സ് എന്നതിന്റെ പര്യായ പദം
എന്താണ്? മതിയില്ലേ? മതിയില്ലേ? മതി മൗനം വീണേ. ഒരു പാട്ടില്ലേ? മനസ്സെന്താണ്? മനസ്സിന്റെ പര്യായപദം എന്താണ്? മതി. എന്താണ്? മതിയില്ലേ? മതി. അലംഭാവം എന്ന പദത്തിന്റെ പര്യായം പറയുക. അലംഭാവം എന്താണ്? മതി എന്നുള്ള ഭാവം. എന്താണ്? മതി എന്നുള്ള ഭാവമാണ് അലംഭാവം. നമ്മൾ പഠിക്കില്ലേ? നമ്മൾ കുറച്ചു നേരം ഇരുന്ന് പഠിക്കില്ലേ? ഇന്നത് മതി എന്ന് പറയില്ലേ? ഒരു മതി എന്നൊരു ഭാവം നമുക്ക് വന്നു. അതെന്താണ്? അത് നമ്മുടെ ഒരു അലംഭാവമാണ് അല്ലേ? ഇനി അടുത്തത് ഫഠൻ. 18-ാമത്തെ ഫഠൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫഠൻ എന്ന വാക്കിന്റെ പര്യായ പദം ഏതാണ്? വഞ്ചകനാണ്. വഞ്ചകൻ. ഫഠൻ എന്താണ്? വഞ്ചകനാണ്. അടുത്തത് ധനം എന്ന വാക്കിന് എന്തൊക്കെ പറയാം? ധനം എന്ന വാക്കിന് അർത്ഥം എന്താണ്? ധനമാണ്. അർത്ഥം ധനമാണ്. അതുപോലെ വിത്തം എന്താണ്? അർത്ഥം. ധനം എന്ന വാക്കിന് പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? അർത്ഥം, വിത്തം. അർത്ഥം, വിത്തം ധനമാണ് കേട്ടോ. അതേപോലെ പർവ്വതത്തിന് പര്യായപദങ്ങൾ ഏതൊക്കെ വരും? പർവ്വതത്തിന് എന്തൊക്കെ പര്യായപദങ്ങൾ? ഗിരിയിലെ ഗിരി പർവ്വതമാണ്. നഖം പർവ്വതമാണ്. പിന്നെ ശൈലം പർവ്വതമാണ്. ഓക്കെ. പ്രമാദം. എന്താണ് പ്രമാദത്തിന് നമ്മൾ പഠിച്ച്? പ്രമാദം പറഞ്ഞാൽ എന്താ? വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ എന്നൊക്കെ പറയാം അല്ലേ? ഇനി ആർദ്രം എന്നത് എന്താ? ആർദ്രം നനവുള്ള. മനസ്സ് എന്താ പര്യായം? മതി പറഞ്ഞാൽ എന്താ? മനസ്സാണ്. അലംഭാവം മതി എന്നുള്ള ഭാവം. എന്താണ്? മതി എന്നുള്ള ഭാവമാണ്. ഫഠൻ ഏതാ? വഞ്ചകൻ. ഫഠൻ വഞ്ചകനാണ്. ഫഠൻ എന്താണ്? വഞ്ചകനാണ്. ധനം അർത്ഥം ല്ലേ? അർത്ഥം, വിത്തം ഇതൊക്കെ എന്താണ്? ധനമാണ്. ഓക്കെയാണോ? ഇനി പർവ്വതം, ഗിരി, നഖം, ശൈലം. ഈ ഗായാണ് ഇവിടെ ശ്രദ്ധിക്കണം. ഗിരി, നഖം, ശൈലം എന്താണ്? പർവ്വതത്തിന്റെ പര്യായ പദങ്ങളാണ്. അടുത്തത് വണ്ടിന് പര്യായ പദങ്ങൾ നമുക്ക് എന്തൊക്കെ പറയാം? വണ്ടിന് എന്തൊക്കെ പറയാം? അളി എന്താണ്? വണ്ടാണ്. അതുപോലെ ഭ്രമരം എന്താണ്? ഭ്രമരം വണ്ടാണ്. പിന്നെ എന്ത് പറയാം? മധുപം വണ്ടാണ്. അതുപോലെ ഭൃംഗം വണ്ടാണ്. വണ്ടിന്റെ പര്യായ പദങ്ങളാണ് അളി വണ്ട്, ഭ്രമരം വണ്ടാണ്, മധുപം വണ്ടാണ്, ഭൃംഗം വണ്ടാണ്. 25/2024 ചോദ്യം. മാവ് അല്ലേ? മാവ് നമുക്കറിയാം അല്ലേ? മാവ് എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെ വരാം? ചൂതം എന്താണ്? ചൂതം മാവാണ്. ആമ്രം മാവാണ്. രസാലം മാവാണ് അല്ലേ? മാങ്ങ കഴിക്കാൻ നല്ല രസമാണ് അല്ലേ? ചൂതം, ആമ്രം, രസാലം മാവിന്റെ പര്യായ പദങ്ങളാണ്. ചൂതം, ആമ്രം, രസാലം. 52/2024 ചോദ്യം. ശബ്ദത്തിന് പറയാ. ശബ്ദം എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാ? ഏതൊക്കെയാണ്? നിങ്ങൾക്ക് പഠിച്ചത് റിവിഷൻ പെട്ടെന്ന് കിട്ടുന്നുണ്ടോ എന്ന് വരാനാണ് സമയം തരുന്നത് കേട്ടോ. രവം ശബ്ദമാണ് അല്ലേ? ധ്വനി ശബ്ദമാണ്. പിന്നെ സ്വനം ശബ്ദമാണ്. സ്വനതന്തുക്കൾ എന്ന് പറയില്ലേ നമ്മുടെ നാക്കിലുള്ളത് അല്ലേ? ശബ്ദം എന്തൊക്കെയാണ്? രവം, ധ്വനി, സ്വനം. 59/2024 ഒക്കെ ഇപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒക്കെ 2024 കേട്ടോ. ശബ്ദം എന്താണ്? രവം, ധ്വനി, സ്വനം. ഓക്കെയാണോ? ഇനി ഇതിന്റെ ഇടയില് മഞ്ഞ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യണേ. മഞ്ഞ് അത് ഞാൻ വിട്ടുപോയതാണ്. മഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു. നിഹാരം, തുഷാരം. പിന്നെ എന്ത് പറയാം? നിഹാരം, തുഷാരം, ഹിമം അല്ലേ? ഹിമം മഞ്ഞാണ് അല്ലേ? നിഹാരം, തുഷാരം, ഹിമം മഞ്ഞാണ്. അത് 59/2024 ചോദ്യമാണ്. ഓക്കെ. രവം, ധ്വനി, സ്വനം ശബ്ദമാണ്. മഞ്ഞിന് നിഹാരം, തുഷാരം, ഹിമം. വണ്ടിന് എന്തൊക്കെ പറയാം? അളി, ഭ്രമരം, മധുപം,
ഭൃംഗം. മാവിനോ ചൂതം, ആമ്രം, രസാലം. ഇതൊക്കെ എന്താ മാവിന്റെ പര്യായ പദങ്ങളാണ്. ഇനി കാട്. കാടിന് എന്തൊക്കെ പര്യായങ്ങൾ പറയാം? വിപിനം. വിപിനം പറഞ്ഞാൽ എന്താണ്? കാടാണ്. വിപിനം പറഞ്ഞാൽ കാടാണ്. അടവി എന്ന് പറഞ്ഞാൽ കാടാണ്. കാനനം. കാനന ചോലയിൽ ആടുമേക്കാൻ അല്ലേ? കാനനം. കാട്. വിപിനം, അടവി, കാനനം. 127/2024. നിഹാരം. എന്താ നിഹാരം പറഞ്ഞാൽ? നിഹാരം എന്താണ്? കേട്ടോ, തിരിച്ചു ചോദിച്ചു. നമ്മളിപ്പോ ഇവിടെ മഞ്ഞിന് പറയാൻ നിഹാരം പറഞ്ഞു കേട്ടോ. നിഹാരം പറഞ്ഞാൽ എന്താണ്? മഞ്ഞ്. നിഹാരം പറഞ്ഞാൽ എന്താണ്? മഞ്ഞ്. 128/2024 ചോദ്യം. ഇനി രക്തത്തിന് എന്തൊക്കെ പര്യായങ്ങൾ പറയാം? രക്തത്തിന്റെ പര്യായ പദം ഏതാണ്? രുധിരമാണ് അല്ലേ? രുധിരം. ര എന്ന അക്ഷരം വരണം കേട്ടോ. ര എന്ന് കണക്കാക്കിയോ. രുധിരം. രുധിരം എന്താണ്? രക്തമാണ്. 134/2024. ഒന്നും കൂടെ റിവിഷൻ ചെയ്താലോ? വണ്ടിന്റെ പര്യായങ്ങൾ അളി, ഭ്രമരം, മധുപം, ഭൃംഗം. മധു അല്ലേ? മധു, തേൻ കുടിക്കാൻ വണ്ടി വരുന്നത് അല്ലേ? മധുപം, ഭൃംഗം. മാവിനോ ചൂതം, ആമ്രം, രസാലം. ശബ്ദത്തിന് രവം, ധ്വനി, സ്വനം. മഞ്ഞിന് നിഹാരം, തുഷാരം, ഹിമം. കാടിനോ വിപിനം, അടവി, കാനനം, നിഹാരം, മഞ്ഞ്, രക്തം, രുധിരം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഒറ്റ ക്ലാസ്സിൽ തന്നെ നമുക്ക് അങ്ങനെ ഇരിപ്പിലൊന്നും പര്യായ പദങ്ങൾ ഒക്കെ പഠിച്ചവർക്കൊക്കെ റിവിഷനായി. അല്ലാത്തവർക്കൊക്കെ പുതിയതായിട്ട് കാണുന്ന വ്യക്തികൾക്കൊക്കെ കുറച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ഡെയിലി ഒരു 5 6 വെച്ചിട്ട് പഠിച്ച് മാറ്റുക കേട്ടോ. നോക്ക്, വീണ്ടും കാട് ചോദിച്ചു. കണ്ടോ? വീണ്ടും കാട് ചോദിച്ചു. എന്തൊക്കെയാണ് കാടിന് പര്യായ പദങ്ങൾ? നമ്മൾ എന്തൊക്കെയാ പഠിച്ച്? അടവിയിലെ അടവി കാടാണ്. കാനനം കാടാണ്. പിന്നെ ചോദിച്ചത് വിഭിനം. വിഭിനം കാടാണ്. കാന്താരം. കണ്ടോ, പുതിയ പര്യായം വന്നു. കണ്ടോ, കാന്താരം കാടാണ്. കാന്താരം 154/2024 ചോദിച്ചത് കേട്ടോ. അടവി, കാനനം, വിഭിനം, കാന്താരം കാടാണ്. ഭൂമി. ഭൂമി. ഭൂമിക്ക് എന്താണ് പര്യായം വരിക? മണ്ണ്. ഭൂമിയാണ്. മണ്ണ് കേട്ടോ. മണ്ണ് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. 178/24. ഡംഭം. എന്താ ഡംഭം? ഡംഭം പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കുണ്ടോ ഡംഭം? നിങ്ങൾക്ക് ഡംഭം ഉണ്ടോ? നിങ്ങൾ കൂട്ടുകാർക്ക് ഡംഭമുണ്ടോ? കണ്ട, ഇനി മറക്കില്ല. ഞാൻ ഇങ്ങനെ ചോദിച്ചത് നിങ്ങൾക്ക് ഇനി മറക്കില്ല. അഹങ്കാരം. എന്താണ്? അഹങ്കാരം അല്ലെ? എല്ലാവർക്കും കുറച്ചൊക്കെ ഉണ്ടാവും. ആർക്കും കുറച്ചൊക്കെ വേണം അല്ലെ? ഡംഭം എന്താ? അഹങ്കാരം. ഡംഭം എന്താണ്? അഹങ്കാരം. 174 കേട്ടോ. 174/24. ഇനി കണ്ണിന്. കണ്ണിന് എന്തൊക്കെ പര്യായ പദങ്ങൾ വരാം? 155/2024. മക്കളെ, ഇതൊക്കെ കഴിഞ്ഞ വർഷം നടത്തിയ എക്സാമിന്റെ ആണ് കേട്ടോ. കണ്ണിന് എന്തൊക്കെ പര്യായങ്ങൾ വരാം? എന്തൊക്കെ വരാം? നയനം അല്ലേ? നയനം. നയനം എന്താണ്? കണ്ണാണ്. ലോചനം അല്ലേ? ലോചനം കണ്ണാണ്. പിന്നെയോ? പിന്നെന്ത് പറയാം? ഈക്ഷണം കണ്ണാണ്. നമ്മുടെ കണ്ണിന് നോക്ക്. നമ്മുടെ കണ്ണിന് നോക്ക്. എന്നും കണ്ണ് കണ്ണ് എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. നയനം, ലോചനം, ഈക്ഷണം. കണ്ടോ? അപ്പൊ കാടിന് നമ്മൾ എന്തൊക്കെ പര്യായങ്ങൾ പഠിച്ചു? അടവി, കാനനം, വിപിനം, കാന്താരം. ഭൂമിക്കോ? മണ്ണ് അല്ലേ? മണ്ണ്, ഡംഭം, അഹങ്കാരം, കണ്ണ്, നയനം, ലോചനം, ഈക്ഷണം. അടുത്തത് ലജ്ജ അല്ലേ? ലജ്ജ. എന്തൊക്കെ പര്യായ പദങ്ങൾ? നമ്മൾ ലജ്ജയായിട്ട് നിൽക്കുക എന്ന് പറയും അല്ലേ? മടിച്ചു മാറി നിൽക്കുമ്പോൾ ഒരു മടിയോട് കൂടി അല്ലേ? നാണം കുടുങ്ങിയിട്ട് ലജ്ജാലുവായിട്ട് നിൽക്കും അല്ലേ? എന്തൊക്കെ പറയാം ലജ്ജയ്ക്ക്? ഏതാണ് ലജ്ജയ്ക്ക് പര്യായങ്ങള്? വ്രീള. എന്താണ്? വ്രീള എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. മന്ദാക്ഷം അല്ലേ? മന്ദാക്ഷം ലജ്ജയാണ്. ത്രഭ ലജ്ജയാണ്. ഇതൊക്കെ ഓപ്ഷനിലുള്ളതാണ് കേട്ടോ. ഞാൻ എന്റേതായിട്ട് ഒന്നും എടുത്തു തന്നിട്ടില്ല. ഞാൻ എന്റേതില് ഒരു പര്യായ പദങ്ങളും എടുത്തു തന്നിട്ടില്ല. ഇത് ഫുള്ളും PSC തന്ന ക്വസ്റ്റ്യനും അവര് തന്ന ഓപ്ഷനുമാണ് കേട്ടോ. അത് ഫുള്ളും ലജ്ജയ്ക്ക് പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? വ്രീള, മന്ദാക്ഷം, ത്രഭ. 125/2022 ക്വസ്റ്റ്യൻ. 2024 മുഴുവൻ കഴിയും. മനസ്സിലായോ? ഇനി 2022-23 നോക്കാം.
ഓക്കെ, ലജ്ജ എന്തൊക്കെയാണ്? വ്രീല, മന്ദാക്ഷം, ത്രഭ. ത്രഭ ലഞ്ജനം ആണ്, ലജ്ജയാണ്. പത്തനം എന്താ? പത്തനം പറഞ്ഞാൽ പട്ടണം. നമ്മൾ പറയാറില്ലേ പട്ടണങ്ങൾ എന്ന് പറയാറില്ലേ? പട്ടണം, പത്തനം എന്നും പറയാം ട്ടോ. പട്ടണം, പത്തനം. ഭൂമി പഠിച്ചേ, നേരത്തെ നമ്മൾ ഭൂമിയുടെ പര്യായം പഠിച്ചു. ഇനി ഭൂമിയുടെ കുറച്ച് പര്യായങ്ങൾ നോക്ക്. ഭൂമി എന്ന അർത്ഥം വരുന്നത് ഏതൊക്കെയാണ്? ഭൂമി എന്ന അർത്ഥം വരുന്നത് ഏതാണ്? ഇള. ഇള ഇള പറഞ്ഞ ഭൂമിയാണ്. ഓക്കെ, കണ്ട, പുതിയൊരു ചോദ്യം കിട്ടിയില്ലേ? ഭൂമിക്ക് മറ്റൊരു പര്യായം ഏതാണ്? ഇള എന്ന് പറഞ്ഞാലും ഭൂമിയാണ്. ഇള. ആഹാ അല്ലേ, പുതിയ പുതിയ വേർഡുകൾ കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? ഭൂമി പറഞ്ഞാൽ ഇള എന്നും പറയാം. മനസ്സ എന്താ? മനസ്സ. മനസ്സ മനസ്സ എന്നതിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ജഗത്ത്, ജഗത്ത്, ഗൗരി, ഗൗരി, നിത്യ പത്മാവതി, നിത്യ പത്മാവതി, വിഷഹര. ഓ, PSC ഒരു ചോദ്യം, ഒരു പര്യായം ഇടാൻ കണ്ടിരിക്കണം, നോക്കില്ലേ? വിഷഹര. 61/2022 ചോദ്യമാണ്. മനസ്സയ്ക്ക് പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ജഗത്, ഗൗരി, നിത്യ പത്മാവതി, വിഷഹര ഒക്കെ മനസ്സയുടെ പര്യായ പദങ്ങളാണ്. ഇനി അച്ഛൻ. അച്ഛനെ നമുക്ക് എന്തൊക്കെ പറയാം? അച്ഛന് അച്ഛൻ അല്ലേ, ജനകനാണ് അല്ലേ, ജനിപ്പിച്ച ആൾ ജനകൻ അല്ലേ. അച്ഛൻ ആരാണ്? ജനകൻ. ഇനി കരി. കരി എന്നർത്ഥമുള്ള പദം ഏതാണ്? കരി. കരി. ഇംഖാലം. എന്താണ്? ഇംഖാലം. ഇംഖാലം പറഞ്ഞാൽ കരിയാണ്. എന്താണ്? കരി എന്നർത്ഥമുള്ള പര്യായം ഏതാണ്? ഇംഖാലം. ഏതാണ്? ഇംഖാലം. ഓക്കെ ആണോ? 244/2023 ചോദ്യമാണ് കേട്ടോ. അച്ഛൻ്റെത് 244, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 244/2023 ചോദ്യമാണ്. കരി എന്താണ്? ഇംഖാലം. ഇംഖാലം. ഇനി സ്വർണം. നമുക്ക് സ്വർണം പറയണ്ട, ഇനി ഒന്നും കൂടെ മാറ്റി പിടിക്കുക. സ്വർണം എന്ന അർത്ഥം. സ്വർണം എന്തൊക്കെ പറയാം സ്വർണത്തിന്? ഹേമം സ്വർണമാണ്. ഹേമം സ്വർണമാണ്. ഹിരണ്യം സ്വർണമാണ്. ഹേമം, ഹിരണ്യം, പിന്നെ ഹേമകം. ഹേമം, ഹേമകം, ഹിരണ്യം. സ്വർണം. സ്വർണത്തിന് എന്തൊക്കെയാണ്? ഹേമം, ഹേമകം, ഹിരണ്യം. ഹേമം, ഹേമകം, ഹിരണ്യം. ഓക്കെ, ഇതൊക്കെ സ്വർണത്തിന്റെ പര്യായങ്ങളാണ്. മോതിരം. നമ്മുടെ കയ്യില് മോതിരം ഇടണ്ട് അല്ലേ? മോതിരത്തിന് നമുക്ക് വേറെ എന്തൊക്കെ പറയാം? അങ്കുലീയം അല്ലേ, വിരലുകളിൽ ഇടുന്നത് അല്ലേ? അങ്കുലീയം എന്താണ്? മോതിരമാണ്. ഊർമിക. എൻ്റെ അമ്മേ, ഊർമിക മോതിരമാണവേ അല്ലേ? മോതിരം. അങ്കുലീയം മോതിരം. അങ്കുലീയം കിട്ടാൻ വിരലാണ് അങ്കുലീയം എന്ന് പറയുന്നത് അല്ലേ? അങ്കുലീയം. ഊർമിക. ഊർമിക മോതിരം. ഇനി കുതിര. കുതിര എന്തൊക്കെ കുതിരനെ പറയാം നമുക്ക്? എന്തൊക്കെ പറയാം? ഗോഡകം പറഞ്ഞാൽ കുതിരയാണ്. സെക്കൻഡേ. ഓക്കെ, അവിടെ പറയാൻ വിട്ട കാര്യമാണ്. നമ്മൾ കുതിരയ്ക്ക് പര്യായ പദങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാ? ഗോഡകം. എന്താണ്? ഗോഡകം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? വാജി ട്ടോ. വാജി എന്താണ്? കുതിരയാണ്. തുരകം കുതിരയാണ് കേട്ടോ. കുതിരയുടെ പര്യായങ്ങൾ പഠിച്ചോ? ഗോഡകം, വാജി, തുരകം. 60/23 ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത് രാത്രിയിൽ നമ്മൾ അവിടെ പറയാൻ വിട്ടതാണ്. രാത്രി. രാത്രിയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെ വരാം? എന്തൊക്കെ വരാം? ഏതാണ്? രാത്രി എന്ന പദം നിശ അല്ലേ? നിശ എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയാണ് അല്ലേ? നിശ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. പിന്നെ എന്താ പറയാ രാത്രിക്ക് മറ്റു പര്യായങ്ങൾ? ഏതൊക്കെ പറയാം? ത്രിയാമ. എന്താണ്?
ത്രിയാമ. ത്രിയാമ പറഞ്ഞാലും രാത്രിയാണ്. ക്ഷണത എന്ന് പറഞ്ഞാലും രാത്രിയാണ് കേട്ടോ. ക്ഷണത എന്ന് പറഞ്ഞാലും രാത്രിയാണ്. നിശ, ത്രിയാമ, ക്ഷണത രാത്രിയാണ്. നമുക്കിനി അടുത്തത് നദിയുടെ പര്യായം. ഇത് 123 കേട്ടോ. 123/2023 എത്താണ്. നദി. നദിക്ക് എന്തൊക്കെ പര്യായങ്ങൾ നദിക്ക് പറയാം? എന്താ പറയാ? ധുനി നദിയാണ്. ധുനി എന്താണ്? നദിയാണ്. പിന്നെ ദീപവതി നദിയാണ്. ദീപവതി നദിയാണ്. പിന്നെ എന്തു പറയാം? സ്രോതസ് നദിയാണ്. ഈശ്വര നദിയെ 41 നോക്ക. നദി. നദിക്ക് പര്യായങ്ങൾ ഏതൊക്കെ വരും? ധുനി നദിയാണ്. ദ്വിഭവതി നദിയാണ്. ദീപവതി ട്ടോ. വെള്ളിന്റെ ദ്വിഭവതി നദിയാണ്. സ്രോതസ് നദിയാണ്. 127/23. അടുത്ത ശത്രു. ശത്രുവിന് നമുക്ക് എന്ത് പറയാം? എന്താണ്? വൈരി അല്ലേ? വൈരി ശത്രുവാണ്. വൈരി എന്താണ്? ശത്രുവാണ്. വൈരി എന്താണ്? ശത്രുവാണ്. ഇനി അഹി എന്താ? അഹി. അഹി പറഞ്ഞ എന്താ? അഹി എന്താണ്? പാമ്പാണ്. അഹി എന്താണ്? പാമ്പ് കേട്ടോ. അഹി എന്താണ്? പാമ്പ്. 110/2021. ആളി എന്താ? ആളി. ആളി വണ്ട് അല്ലേ? ആളി എന്താണ്? വണ്ട്. വണ്ട്. 127/21. ഇനി പക്ഷി. പക്ഷിക്ക് എന്തൊക്കെ പറയാം? ഏതാണ് പക്ഷി? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്? ഗഗം. ഗഗം പക്ഷിയാണ് കേട്ടോ. ഗഗം എന്താണ്? പക്ഷിയാണ്. ഗഗം എന്ന് പറയാം കേട്ടോ. പക്ഷിയുടെ മറ്റു പര്യായങ്ങൾ കിട്ടില്ലേ? നേരത്തെ നമ്മൾ പക്ഷിയുടെ കുറച്ച് പര്യായങ്ങൾ പഠിച്ചു. ഇനി അതിന് കൂടെ അത് ചേർത്ത് പഠിക്കണം കേട്ടോ. റിപ്പീറ്റേഷൻ വരുന്നതാണ് ഞാൻ പറയുന്നത്. ഒരു ടോപ്പിക്കിൽ നിന്ന് ഏതിനൊക്കെയാണ് PSC പര്യായ പദങ്ങൾ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. കേൾക്കുന്നുണ്ടോ? പക്ഷി ഏതാണ്? ഗഗം പക്ഷിയാണ്. ഇനി ഓളം. ഓളം ഗഗം പക്ഷിയാണ്. 41/23 ചോദ്യമാണ് കേട്ടോ. ഓളം. ഓളം എന്താ? എന്താണ്? ബംഗം ഓളമാണ്. തരംഗം ഓളമാണ്. വീജി ഓളമാണ്. മനസ്സിലായോ? ബംഗം, തരംഗം, വീജി ഇതൊക്കെ ഓളമാണ്. കൂപം എന്താ? കൂപമണ്ടുകം അല്ലേ? തവള അല്ലേ? കൂപമണ്ടു അല്ല സോറി കൂപം എന്താണ്? കൂപം പറഞ്ഞാൽ അത് നമ്മൾ കൂപമണ്ടുകം പറഞ്ഞപ്പോഴാണ് നമ്മൾ തവള എന്ന് പറയും അല്ലേ? അപ്പൊ കൂപമണ്ടുകം. മണ്ടുകം എന്താണ്? തവള. അപ്പൊ കൂപം കിണറ്റിലെ തവള. അപ്പൊ കൂപം എന്താ? കിണർ അല്ലെ? കൂപമണ്ടുകം എന്ന് പറയുമ്പോൾ നമ്മൾ തവളൻ അല്ലേ? ലോകവിവരം ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ കൂപമണ്ടുകം എന്ന് പറയും. അപ്പൊ കൂപം എന്താ? കിണറാണ് അല്ലെ? കിണറാണ്. 38/23 ചോദ്യമാണ്. ഓക്കെ. ഇരുട്ട്. ഇരുട്ടിന് എന്ത് പറയാം? ഇരുട്ടിനെ നമുക്ക് തമസ് ഇരുട്ടാണ്. തമസ് ഇരുട്ടാണ്. ദ്വാന്തം ഇരുട്ടാണ്. തമസ് ഇരുട്ടാണ്. ദ്വാന്തം ഇരുട്ടാണ്. അന്ധകാരം ഇരുട്ടാണ്. അന്ധകാരം. തമസ്, ദ്വാന്തം, അന്ധകാരം ഇരുട്ടാണ്. ഇരുട്ടിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? തമസ്, ദ്വാന്തം, അന്ധകാരം. അടുത്തത് മാംസം. മാംസം എന്തൊക്കെ പര്യായങ്ങൾ വരും? മാംസത്തിന് പര്യായ പദങ്ങൾ. പലലം. എന്താണ്? പലലം മാംസമാണ്. പിഷിതം മാംസമാണ്. എന്താ അല്ലേ? പിഷിതം. ആമിഷം. ഭഗവാനെ PSC ഞങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ അല്ലേ? മാംസത്തിന് പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? പലലം, പിഷിതം, ആമിഷം. ആമിഷം 125/21 ചോദ്യമാണ്. ഓക്കെ. അടുത്തത് ധനം. ധനം. ധനം എന്ന അർത്ഥം വരുന്ന പദം പഠിച്ചതാണ് നേരത്തെ. ഓർമ്മയുണ്ടോ? അർത്ഥം
അർത്ഥം എന്താ? ധനമാണ്. അർത്ഥം എന്താണ്? ധനം ആണ്. അടുത്തത് സൂര്യൻ. സൂര്യന് നമുക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ സൂര്യനെ പറയാം? സൂര്യനെ 160/23 ചോദ്യമാണ്. സൂര്യൻ. സൂര്യൻ പഠിച്ചൊക്കെ എടുക്കണം കേട്ടോ. എന്തൊക്കെയാണ്? ഹരിദശ്വൻ. ഹരിദശ്വൻ. ഹരിദശ്വൻ സൂര്യനാണ്. എന്തൊക്കെയോ PSC ഓപ്ഷൻ കൊടുത്തിരിക്കണെന്ന് അറിയോ? ഹരിദശ്വൻ, ബ്രദ്നൻ. ഇവിടെ ഇതാട്ടോ, ബ്രദ്നൻ സൂര്യനാണ്. ബ്രദ്നൻ സൂര്യനാണ്. പിന്നെ വികർത്തനൻ. വികർത്തനൻ സൂര്യനാണ്. എന്റെ സൂര്യനെ. എന്തൊക്കെയാണ്? ഹരിദശ്വൻ സൂര്യൻ, ബ്രദ്നൻ സൂര്യൻ, വികർത്തൻ സൂര്യൻ. വികർത്തനൻ ട്ടോ, വികർത്തനൻ സൂര്യനാണ്. 2023 ചോദ്യമാണ്. സൂര്യന്റെ പര്യായം ഏതെന്ന് ചോദിച്ചിട്ട് ഹരിദശ്വൻ, ബ്രദ്നൻ, വികർത്തനൻ. കേൾക്കുണ്ടോ? ഉറി. ഉറിയുടെ പര്യായ പദം ഏതാ? ഉറി. കാജം. എന്താണ്? കാജമാണ് കേട്ടോ ഉറിയുടെ പര്യായം. കാജം ട്ടോ. 141/21 ചോദ്യം. വാക്ക്. വാക്ക് എന്ന പദത്തിന്റെ പര്യായം. വാക്ക്. വാണി ട്ടോ. വാക്ക് എന്താണ്? വാണി. 110/21. ഭാര്യ. ഭാര്യന് നമുക്ക് വേറെ ഒരു പദം കൂടി പറയാം. എന്താണ് ഭാര്യ? കളത്രം അല്ലേ? കളത്രം. കളത്രം ഭാര്യയാണ്. കളത്രം ഭാര്യയാണ്. അടുത്ത കടല്. കടലിന് നമുക്ക് എന്തൊക്കെ പര്യായം? കടല് കാണാൻ പോവുക, കടല് കാണാൻ പോവുക എന്ന് പറയും അല്ലേ? അതിന് നമുക്ക് ഇനി വേറെ എന്തെങ്കിലും കാണാം ഈ കടലിന് പര്യായ പദമായിട്ട് പറയണം. കേൾക്കണ്ടോ? എന്താ പറയാ കടലിന് മറ്റു പര്യായ പദങ്ങൾ? പാരാവാരം അല്ലേ? എന്താണ്? പാരാവാരം പറഞ്ഞാൽ കടലാണ്. അർണവം എന്ന് പറഞ്ഞാൽ കടലാണ്. ആഴി എന്ന് പറഞ്ഞാൽ കടലാണ്. ഓക്കെ. പാരാവാരം, അർണവം, ആഴി കടലാണ്. ഇനി ഭൂമി. വീണ്ടും കണ്ടോ ഭൂമിക്ക് ഭയങ്കര ഇഷ്ടമാണ് PSC കേട്ടോ. ഭൂമിയുടെ പര്യായങ്ങള് ഏതൊക്കെയാണ്? ധരണി ഭൂമിയാണ് അല്ലേ? ധരണി ഭൂമിയാണ്. വസുധ ഭൂമിയാണ്. മേദിനി ഭൂമിയാണ്. ധരണി, വസുധ, മേദിനി. 158/23 ചോദ്യമാണ്. ഇനി നമ്മൾ ഞായർ എന്ന് പറയാറില്ലേ? ഞായറിന് നമുക്ക് മറ്റെന്തൊക്കെ പറയാം? ഞായറാഴ്ച, ഞായറാഴ്ച, ഞായറാഴ്ച. ഇനി ഞായറിന് നമുക്ക് എന്തൊക്കെ പറയാം? ഞായർ എന്ന പദത്തിന്റെ പര്യായങ്ങൾ ഏതൊക്കെ വരാം? ഏതൊക്കെയാണ്? പ്രഭാകരൻ. പ്രഭാകരൻ ഞായറാണ്. പിന്നെ ദിവാകരൻ ഞായറാണ്. ദിനകരൻ ഞായറാണ്. കേൾക്കുണ്ടോ? 135/23 ചോദ്യമാണ്. കണ്ണാടി. കണ്ണാടിന് എന്തൊക്കെ പറയാം? ഓക്കെ. നമ്മളിവിടെ ഞായർ എന്നതില് ഇപ്പൊ ചിലപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇത് ഞായർ നമ്മൾ വീക്കിലെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കില്ല. കേൾക്കുണ്ടോ? പ്രഭാകരൻ, ദിവാകരൻ, ദിനകരൻ, ഞായർ. കണ്ട ഒരേ പര്യായ പദങ്ങൾ. പഠിച്ചോട്ടാ, പഠിച്ചോ. നമ്മൾ ചിലപ്പോൾ അതിൽ ആഴ്ചയുടെ ഇതിലൊക്കെ വെച്ച് തരാം. അപ്പൊ അതായിരിക്കില്ല. അതല്ല ആൻസർ. ഓക്കെ. അടുത്തത് കണ്ണാടിക്ക് നോക്കുക. കണ്ണാടി. കണ്ണാടിക്ക് എന്തൊക്കെ പറയാം? ആദർശം. എന്താണ്? ആദർശം കണ്ണാടിയാണ്. ദർപ്പണം കണ്ണാടിയാണ്. ദർപ്പണം കണ്ണാടിയാണ്. 38/23 ചോദ്യം. ചിവീട്. ചിവീടുകളുടെ ശബ്ദമില്ലാത്തത് കാരണം സൈലന്റ് വലിയ നിശബ്ദത താഴ്വര എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു അല്ലേ? അപ്പൊ ചിവീട് എന്താണ്? ചിവീടിന്റെ മറ്റൊരു പേര് ചില്ലിക. 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 81/23 ചോദ്യം. അടുത്തത് ഗജം. എന്താ ഗജം? ഗജം കിട്ടും അല്ലേ? അത് മാത്രം നമുക്ക് വേഗം കിട്ടും. ഗജം എന്താ? ആന അല്ലേ? ഗജം ആനയാണ്. 88/22 ചോദ്യം. മുറ്റം. മുറ്റത്തിന് എന്ത് പറയാം? മുറ്റത്തിന്റെ മറ്റൊരു പര്യായ പദം എന്താണ്?
അജിരം അല്ലേ? അജിരം മുറ്റമാണ്. അജിരം മുറ്റമാണ്. ചത്വരം മുറ്റമാണ്. ചത്വരം മുറ്റമാണ്. അങ്കണം, അങ്കണ തേയ്മാവിൽ നിന്ന് ആദ്യത്തെ അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ? മുറ്റം എന്താണ്? അജിരം മുറ്റം, ചത്വരം മുറ്റം, അങ്കണം മുറ്റം. 208/23 ചോദ്യം. കുറുക്കൻ, കുറുക്കൻ, കുറുക്കൻ എന്തൊക്കെ പറയാം? ജംബുകം. എന്താണ്? ജംബുകം കുറുക്കനാണ്. പിന്നെ ഊളൻ കുറുക്കനാണ്. പിന്നെ കുറുനരി, അത് പിന്നെ കിട്ടും അല്ലെ? കുറുനരി, ഡോറ ബുജിയിൽ കുറുനരി വരുന്ന കുറുനരി അല്ലേ? ജംബുകം, ഊളൻ, കുറുനരി. എന്താണ്? കുറുക്കൻ. അഗ്നി, എന്താ അഗ്നിക്ക് പര്യായങ്ങള്? അഗ്നി, അഗ്നി നേരത്തെ പറഞ്ഞു. അനലൻ അല്ലേ? അനലൻ, അനലൻ അഗ്നിയാണ്. തവള, അത് ഞാൻ കുറച്ച് നേരത്തെ പറയാണ്. എന്താണ് തവള? തവളയ്ക്ക് മറ്റൊരു പദം എന്താ? ദർദുരം. എന്താണ്? ദർദുരം, ദർദുരം തവളയാണ്. ദർദുരം. 16/23 ചോദ്യമാണ്. 30/23 ചോദ്യമാണ്. 118/22 ചോദ്യമാണ്. മാർത്താണ്ഡൻ, മാർത്താണ്ഡൻ, മാർത്താണ്ഡന്റെ മറ്റൊരു പദം ആരാ? സൂര്യനാണ്, സൂര്യനാണ് മാർത്താണ്ഡൻ. സൂര്യൻ. 124/21. ഭൂമി, ഞെട്ട് കണ്ടോ? ഭൂമിനെ വിട്ടിട്ട് PSC കളിക്കില്ല കേട്ടാ. ഭൂമി ഏതാ? ക്ഷിതി ഇല്ലേ? ക്ഷിതി എന്താണ്? ഭൂമിയാണ്. ക്ഷിതി എന്താണ്? ഭൂമിയാണ്. ജംഗമം, ജംഗമം, ജംഗമത്തിന് എന്തൊക്കെ പറയാം? ഇംഗം, ഇംഗം, ത്രസം, ത്രസം ജംഗമമാണ്. ശരം ജംഗമമാണ്. ഇംഗം, ത്രസം, ശരം ഇതൊക്കെ എന്താണ്? ഏതിന്റെ പര്യായ പദങ്ങളാണ്? ജംഗമത്തിന്റെ പര്യായ പദങ്ങളാണ്. 116/22 ചോദ്യമാണ്. നിർമ്മലം, നിർമ്മലം, നിർമ്മലത്തിന് എന്തൊക്കെ പറയാം? അമലം, വിമലം, അമലം, വിമലം, നിർമ്മലം. അമലം, വിമലം, നിർമ്മലം. 128/21 ചോദ്യമാണ്. പര്യായങ്ങൾ തലയ്ക്ക് അങ്ങനെ ഇതായിട്ട് കേറി നിൽക്കണ്ടാവില്ല. ഇപ്പോ കാട്, കണ്ടോ? കാടും ഭൂമിയും വിട്ടിട്ട് PSC കളിക്കില്ല. സൂര്യൻ, കാട്, ഭൂമി, സൂര്യൻ. പ്രകൃതിനെ വിട്ടിട്ട് കളിയില്ല. കാട് എന്താണ്? ഏതെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്, കിട്ടും. ഏതാണ്? അടവി ഇല്ലേ? അടവി, അടവി കാടാണ്. 138/23. സൂര്യൻ, സൂര്യൻ എന്തൊക്കെ പറയാം? ആദിത്യൻ അല്ലേ? കുറെ സൂര്യനെ നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദിത്യൻ സൂര്യനാണ്. പിന്നെ അരുണൻ സൂര്യനാണ്. ആദിത്യൻ, അരുണൻ സൂര്യനാണ്. ആര്യമാവ് സൂര്യനാണ്. ആദിത്യൻ, അരുണൻ, ആര്യമാവ് ഇതൊക്കെ എന്താണ്? സൂര്യന്റെ പര്യായ പദങ്ങളാണ്. 117/21. കുങ്കുമം, കുങ്കുമം കേട്ടോ. കുങ്കുമം പര്യായ പദം. കുങ്കുമം. എന്തൊക്കെയാണ്? രോഹിതം, രോഹിതം കേട്ടോ. രോഹിതം പറഞ്ഞാൽ കുങ്കുമമാണ്. രോഹിതം. പിശുനം, പിശുനം കുങ്കുമമാണ്. 70/22 ചോദ്യമാണ്. കുടന് എന്തൊക്കെ പറയാം? കുട, ഛത്രം കുടയാണ് കേട്ടോ. ഛത്രം കുട. ആദപത്രം കുടയാണ്. ഛത്രം, ആദപത്രം കുടയാണ്. കപ്പല്, കപ്പലിന് എന്തൊക്കെ പറയാം? ഉരു കപ്പലാണ്. യാനപാത്രം, യാനപാത്രം കപ്പലാണ്. ഇനി അടുത്തത് വീണ്ടും സൂര്യൻ, 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 സൂര്യൻ. 215/23 ചോദ്യം. സൂര്യന് എന്തൊക്കെയാണ്? അർക്കൻ സൂര്യനാണ്. അർക്കൻ സൂര്യനാണ്. മിഹിരൻ സൂര്യനാണ്. അർക്കൻ, മിഹിരൻ, ആദിത്യൻ,
ആദിത്യൻ. അപ്പൊ ഇവിടെ സൂര്യന്റെ പര്യായങ്ങൾ നമ്മൾ എന്തൊക്കെ നേരത്തെ പഠിച്ചു? ആദിത്യൻ, അരുണൻ, ആര്യമാവ്, അർക്കൻ, മിഹിരൻ. ഇതൊക്കെ സൂര്യന്റെ പര്യായ പദങ്ങളാണ്. പവിഴം, പവിഴം, പവിഴം എന്തൊക്കെ വരും? പ്രവാളം, പ്രവാളം എന്ന് പറഞ്ഞാൽ പവിഴമാണ്. പിന്നെ ഏത് വരും? വിദ്രുമം, വിദ്രുമം ട്ടോ. വിദ്രുമം എന്ന് പറഞ്ഞാലും പവിഴമാണ്. 148/23 ചോദ്യം. പ്രവാളം, വിദ്രുമം പവിഴമാണ്. കുയില്, കുയിലിനെ എന്തൊക്കെ പറയാം? പിഗം കുയിലാണ് കേട്ടോ. പിഗം കുയിലാണ്. കോകിലം കുയിലാണ്. പിഗം കുയിലാണ്, കോകിലം കുയിലാണ്. പിന്നെ പരഭൃതം കുയിലാണ്. പിഗം, കോകിലം, പരഭൃതം. 161/23. കാക്ക, കാക്കയ്ക്ക് എന്തൊക്കെ പറയാം? ചിരഞ്ജീവി, ചിരഞ്ജീവി. പിന്നെ ഏകദൃഷ്ടി. എന്താണ്? ഏകദൃഷ്ടി. ബലിബുക്ക്, ബലിബുക്ക് നമുക്ക് കിട്ടും അല്ലെ? നമ്മൾ കാക്ക ബലിയിടുക എന്ന് പറയുമ്പോൾ അങ്ങനെ കണക്കാക്കാം. ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക് ഇതൊക്കെ കാക്കയുടെ പര്യായ പദങ്ങളാണ്. 37/23. അടുത്ത ഭൂമി. കണ്ട കണ്ടോ? PSC രീതി വരുന്നത് കണ്ടോ നിങ്ങൾക്ക്? ഭൂമി എന്തൊക്കെ പറയാം? മേദിനി അല്ലേ? മേദിനി. PSC ഓപ്ഷൻ മാത്രമേ ഞാൻ ഇവിടെ ഇടുന്നുള്ളൂ കേട്ടോ. മേദിനി, ക്ഷോണി, ധര ഭൂമിയാണ്. ധര ഭൂമി, മേദിനി ഭൂമി, ക്ഷോണി ഭൂമിയാണ്. 128/21. ചക്രവർത്തി, ചക്രവർത്തിനെ നമുക്ക് എന്ത് പറയാം? സമ്രാട്ട് എന്ന് പറയാം അല്ലെ? സാമ്രാട്ട് എന്നല്ല കേട്ടോ, അതെപ്പോഴും ശരിയായിട്ടുള്ള വാക്കിലും ചോദിക്കുന്നതാണ്. ഇങ്ങനെയാണ് സമ്രാട്ട് എന്ന് എഴുതുക. 119/22. കണ്ണുനീരിന് വേറൊരു പദം പറയാം. കണ്ണുനീരിന് ലോജം, ലോജം ട്ടോ. ലോജം കണ്ണുനീരാണ്. ലോജം കണ്ണുനീരാണ്. ലോജം കണ്ണുനീരാണ്. കടല്, കടലിനെ എന്ത് പറയാം? അർണവം, അർണവം നേരത്തെ പറഞ്ഞതാണിത്. അർണവം. 120/22. ആക്ഷേപം അല്ലേ? എന്താണ്? ഓരോരുത്തർ ആക്ഷേപം പറഞ്ഞു എന്നൊക്കെ പറയാം അല്ലെ? ആക്ഷേപം. എന്തൊക്കെ പറയാം? നിന്ദനം അല്ലെ? നിന്ദനം, നിന്ദനം. പരിവാദം, പരിവാദം. 130/22. കഴുത്തുമല്ല, കഴുത്ത്. കഴുത്തിന് എന്താ പറയാ? ഗളം എന്ന് പറയാം. കഴുത്തിനെ നമുക്ക് എന്തു പറയാം? ഗളം എന്നും പറയാം. 76/23. നദി, നദിനെ എന്തു പറയാം? നദിയുടെ പര്യായം തടിനി നദിയാണ് കേട്ടോ. തടിനി നദിയാണ്. നിമ്നക നദിയാണ്. നിമ്നക നദിയാണ്. 31/23. കാക്ക, കാക്കനെ എന്തൊക്കെ പറയാം? നേരത്തെ കുറച്ച് നേരത്തെ പറഞ്ഞു. കാക്കയുടെ കുറച്ച് പര്യായ പദങ്ങൾ പറഞ്ഞു. ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക് എന്നൊക്കെ പറഞ്ഞു. വീണ്ടും കാക്കയുടെ പര്യായ പദങ്ങൾ എന്താണ്? അരിഷ്ടം കാക്കയാണ് കേട്ടോ. നമ്മളെ ഈ ആയുർവേദ മരുന്നൊക്കെ പറയാറില്ലേ? അരിഷ്ടം എന്ന് പറയാറില്ലേ? അതിന് കാക്ക എന്നും പറയുന്നു കേട്ടോ. കരടം കാക്കയാണ്. ഭഗവാനെ, പര്യായ പദങ്ങൾ പഠിച്ചിട്ടൊന്ന് ലെവലാവും തോന്നുന്നുണ്ട്. മൗഗലി, അരിഷ്ടം, കരടം, മൗഗലി. ഇതൊക്കെ എന്താ? മൗഗലി, മൗഗലി കാക്ക. മൗഗലി എന്താണ്? കാക്കയാണ്. 128/22 ചോദ്യം. വസതി, വസതി. വസതി എന്ന് പറയുമ്പോൾ നമുക്ക് രാത്രിനെയും വസതി എന്ന് പറയാം. അതുപോലെ മഞ്ഞളില്ലേ? മഞ്ഞള്, മഞ്ഞളിനെയും രാത്രി എന്ന് പറയാം. അല്ല സോറി, വസതി എന്ന് പറയാം. ഇരിപ്പിടത്തിനെയും വസതി എന്ന് പറയാം കേട്ടോ. അപ്പൊ വസതി എന്ന അർത്ഥം വരുന്ന ചോദ്യം വന്നത് എങ്ങനെയാണെന്നറിയോ?
രാത്രി, മഞ്ഞൾ, ഇരിപ്പിടം എന്നീ അർത്ഥങ്ങൾ വരുന്ന താഴെ തന്നിട്ടുള്ളതിൽ പദം ഏതെന്ന് ചോദിച്ചത്. അപ്പൊ വസതിയാണ് ആൻസർ വരുന്നത്. അപ്പൊ വസതിക്ക് രാത്രി എന്നും പറയാം, മഞ്ഞൾ എന്നും പറയാം, ഇരിപ്പിടം എന്നും പറയാം. അടുത്തത് 87ാമത്തെ പര്യായ പദത്തിലേക്ക് കടക്കാം. വല്ലകി. എന്താണ് വല്ലകിയുടെ പര്യായ പദം വരിക? വീണനെ പറയുന്ന പേരാണ്. വീണ വ്യക്തി വീണയല്ല കേട്ടോ, അതായത് ഇൻസ്ട്രുമെന്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വീണയെ എന്ത് പറയാം? വല്ലകി എന്നും പറയാം. എന്താണ്? വല്ലകി വീണയാണ്. 126/21 ചോദ്യമാണ്. ഇനി താമരപ്പൂവ്. താമരപ്പൂവിന് മറ്റൊരു പദം ഉണ്ട്. എന്താണ്? താമരപ്പൂവിൽ എന്താണ് താമരപ്പൂവിനെ പറയാ? താമരപ്പൂവിനെ എന്തു പറയും? എന്താണ്? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താണ്? സാരസം. എന്താണ്? സാരസം എന്ന് പറഞ്ഞാൽ എന്താണ്? താമരപ്പൂവാണ്. സാരസം, സാരസം. ഓക്കെ. അടുത്തത് വാരി. വാരി പര്യായപദമായിട്ട് വരുന്ന വാക്ക് ഏതാണ്? വാരി. വാരി എന്താ? ജലം അല്ലേ? എന്താണ്? വാരി എന്താണ്? ജലമാണ്. വാരി എന്താണ്? ജലം ആണ്. വാരി ജലം. മീനിനെ എന്തു പറയാം? മീനിനെ ചഷം എന്ന് പറയാം അല്ലെ? എന്താണ്? ചഷം. ചഷം എന്താണ്? ചഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാണ്. ചഷത്തിന്റെ പര്യായപദം എന്താണ്? മീൻ ആണ്. മീൻ. അടുത്തത് പുല്ല്. പുല്ല് എന്ന അർത്ഥം വരുന്ന പദം ഏതാ? പുല്ല്. പുല്ലിന് സമാനമായിട്ടുള്ള പര്യായപദം ഏതാണ്? പുല്ല്. പുല്ല് എന്താണ്? തൃണമാണ്. എന്താണ്? തൃണം. തൃണം ട്ടോ. പുല്ല് എന്താണ്? തൃണം. തൃണം. ഓക്കെ. തൃണമാണ് പുല്ല്. തൃണം പുല്ല്. തൃണം പുല്ല്. ഓക്കെ. അടുത്തത് ചുമ. ചുമ നമ്മൾ പറയും നമുക്ക് ചുമയാണ് എന്ന് പറയും അല്ലേ? അപ്പൊ നമുക്ക് ഇനി എന്ത് മാറ്റി പിടിക്കാം? ഇനി നമുക്ക് എന്ത് മാറ്റി പിടിക്കാം? ചുമനെ എന്ത് പറയാം? എന്ത് പറയും? കൽപ്പകം അല്ലേ? എന്താണ്? കൽപ്പകം. ചുമ എന്താണ്? കൽപ്പകം എന്നും പറയാം. കൽപ്പകം. ഓക്കെ. അടുത്തത് കണ്ണാടി. നേരത്തെ നമ്മൾ കണ്ണാടിക്ക് എന്തൊക്കെ പറയാം? കണ്ണാടിക്ക് ദർപ്പണം എന്ന് പറയാം അല്ലെ? കണ്ണാടിക്ക് ദർപ്പണം എന്ന് പറയാം. പിന്നെ എന്തു പറയാം? പിന്നെന്തു പറയാം? മുകുളം എന്ന് പറയാം. എന്തൊക്കെ വരും? ദർപ്പണം, മുകുളം. ദർപ്പണം, മുകുളം. നോട്ട് ചെയ്യണം കേട്ടോ. നോട്ട് ചെയ്യണേ. കണ്ണാടിക്ക് പര്യായമായിട്ട് വരുന്നത് ഓക്കെ. എന്താണ്? ദർപ്പണം. ഇവിടെ സോറി, ഇത് മാറ്റണേ. അവിടെ സംശയം വന്നപ്പോഴാണ് ഞാൻ ഒന്ന് സ്റ്റക്ക് ആയത്. ദർപ്പണം എന്ന് പറയാം. മുകുളം വരില്ല കേട്ടോ. പിന്നെ ഏതാ വരികയെന്നറിയോ? ആദർശം. എന്താണ്? ആദർശം. ദർപ്പണം, ആദർശം കണ്ണാടിയുടെ പര്യായ പദങ്ങളാണ്. 48/23. ഓക്കെ. മയില്. മയിലിന് എന്തൊക്കെ പറയാം? മയിലിന്റെ പര്യായപദം. മയിലിന്റെ പര്യായപദം ഏതാണ്? കേകിയിലെ. കേകി എന്താണ്? മയിലാണ്. കേകി മയിലാണ്. പിന്നെയോ ബർഹി മയിലാണ്. കേകി മയിലാണ്. ബർഹി ബർഹി ബർഹി. കേകി ബർഹി മയിലാണ്. പിന്നെ ആമ്പലിന് നമുക്ക് എന്തൊക്കെ പര്യായങ്ങൾ പറയാം? ആമ്പലിന് കുമുദം അല്ലേ? കുമുദം. കുമുദം ആമ്പലാണ്. കൈരവം ആമ്പലാണ്. കൈരവം ആമ്പലാണ്. ഇനി പൂവിനെ എന്തൊക്കെ പറയാം? കുസുമം പൂവാണ്. കുസുമം അല്ലേ? നമ്മളെ മധുചന്ദ്രലേഖ സിനിമയിലെ ഊർവശിയിലെ കുസുമവദന അല്ലേ? എന്താണ്? കുസുമം പൂവ് അല്ലെ? ആ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? ജയറാമിന്റെയും ഊർവശിയുടെയും കൂടിയിട്ടുള്ളത് കുസുമവദന അല്ലെ? അതൊരു സോങ് ആണ് അല്ലെ? അപ്പൊ എന്താണ്? കുസുമം. കുസുമം. പിന്നെ എന്തു പറയാം? സൂനം. സൂനം പൂവാണ്. കുസുമം, സൂനം പൂവിന് പര്യായ പദങ്ങളാണ്. ഇനി കുയിലിന് എന്തൊക്കെ പറയാം? കുയിലിന് കോകിലം അല്ലേ? കോകിലം കുയിലാണ്. കോകിലം. പിന്നെയോ പികം കുയിലാണ്. പികം കുയിലാണ്. ഓക്കെ. അടുത്തത്
നമുക്കൊന്നും കൂടി റിവിഷൻ ചെയ്യാം. വല്ലകി എന്താ മക്കളെ? വല്ലകി എന്താടാ? വീണ അല്ലെ? വീണയുടെ പര്യായ പദമാണ് വല്ലകി. താമരപ്പൂവ് സാരസം അല്ലെ? താമരപ്പൂവിന്റെ പര്യായം സാരസമാണ്, സാരസം. വാരി എന്താ? ജലം അല്ലെ? ജലം വാരി എന്ന് കണക്കാക്ക. ജലം വാരി, ജലം വാരി അല്ലെ? മീൻ ചഷം, മീൻ ചഷം. പുല്ല് തൃണം, പുല്ല് തൃണം. ചുമ കൽപ്പകം, ചുമ എന്താണ്? കൽപ്പകം. കണ്ണാടി ദർപ്പണം ആദർശം. മയിലോ? കേകി ബർഹി. ആമ്പൽ കുമുദം കൈരവം. പൂവ് കുസുമം സൂനം. കുയില് കോകിലം പിഖം. നിങ്ങൾ ഇത് ഇടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്താൽ മതി. അല്ലാണ്ട് ഇത് ഇരുന്നിട്ട് ഇപ്പൊ പുല്ല് തൃണം, പുല്ല് തൃണം, തൃണം തൃണം അങ്ങനെ പഠിച്ചിട്ടൊന്നും കിട്ടില്ല, നമുക്ക് കിട്ടില്ല. അതിനാണ് റിവിഷൻ എന്ന് പറയുന്ന ഒരു സീരീസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ റിവിഷനിൽ നിങ്ങൾ ഒരു 4 പ്രാവശ്യം കണ്ടു കഴിയുമ്പോ, ഈ ക്വസ്റ്റ്യൻസ് കണ്ട് നിങ്ങളുടെ ബ്രെയിനിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ നമുക്ക് എക്സാം ഹാളിൽ ഓപ്ഷൻ കാണുമ്പോൾ ഞാൻ അന്ന് ഇതാണല്ലോ പറഞ്ഞത് എന്നുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് ഓർമ്മ വരും. അല്ലാണ്ട് കാണാപ്പാഠം പഠിക്കേണ്ട ഒരു ആവശ്യം വിടില്ല കേട്ടോ. അടുത്തത് 98ാമത്തെ നോക്ക്. ദുലഭം. ദുലഭം, ഈ ദുലഭം അല്ല മക്കളെ, ഈ ദായാണ് കേട്ടോ. ദുലഭം. ദുലഭം എന്നതിന്റെ പര്യായം എന്താ? ദുലഭം, ദുലഭം. ഗൗളി ഇല്ലേ? ഗൗളി, ഗൗളി പല്ലി ഇല്ലേ? പല്ലി, അതിനെ ദുലഭം എന്നും പറയാൻ കേട്ടോ. ദുലഭം എന്താണ്? ഗൗളി. എന്താണ്? ദുലഭം ഗൗളി. ഗൗളി ജലിച്ചു എന്ന് പറയില്ലേ? ദുലഭം ഗൗളിയാണ്. അടുത്തത് കിണറ്. കിണറിന് എന്താ പര്യായ പദം പറയാ? കിണറ്, കിണറ്. നമ്മളെപ്പോഴും കിണറ്, കിണറ്റിലെ വെള്ളം, കിണറ്റിലെ വെള്ളം എന്ന് പറയും. അപ്പൊ അതിന് പകരം, കിണറിന് പകരം നമുക്ക് മറ്റൊരു പദം ഉപയോഗിക്കാം. ഏതാണ്? പ്രഹി എന്ന് പറയാം. എന്താണ്? പ്രഹി എന്ന് പറഞ്ഞാലും കിണറാണ്. ഇതൊക്കെ വരുമ്പോ നല്ല കഷ്ടമാണല്ലേ, നമുക്ക് കിട്ടില്ല അല്ലെ? ഈ കിണറ് പ്രഹിയാണെന്നൊന്നും കിട്ടില്ല, അത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് അടിക്കാതെ വരാൻ നോക്കണം കേട്ടോ. കിണർ എന്താണ്? പ്രഹിയാണ്. ഇനി പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി. കിണർ എന്താണ്? പ്രഹിയാണ്. കൊടിക്കൂറ. എന്താ കൊടിക്കൂറയുടെ പര്യായ പദം വരിക? കൊടിക്കൂറയുടെ മറ്റൊരു പദം എന്താ? കേധനം. കേധനം, കേധനം. കൊടിക്കൂറ, കൊടിയിലെ കൊടി, കൊടിക്കൂറ കേധനമാണ്. കേധനം എന്നും അതിനെ പറയാൻ ട്ടോ. 100ാമത്തെ എന്താണ്? കൊടിക്കൂറ, കൊടിക്കൂറ കേധനം. അടുത്തത് അനലൻ. അനലൻ അറിയാലേ? നമുക്ക് അനലൻ അറിയാം. അനലൻ എന്താണ്? തീയാണ്. അനലൻ തീയാണ്. അനിലൻ എന്താണ്? അനിലൻ, അനിലൻ എന്താ? കാറ്റാണ്. ഒരു വള്ളി പോകുമ്പോഴേക്കും എന്താണ്? അർത്ഥമേ മാറിപ്പോയി ഇല്ലേ? നാടെ കൂടെ വള്ളി വന്നാൽ കാറ്റാണ്. കാരണം കാറ്റത്തല്ലേ വള്ളികൾ ആടുക. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കാറ്റത്തല്ലേ വള്ളികളൊക്കെ ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കില്ലേ? വള്ളി വരുന്നത് കാറ്റാണ്, വള്ളി വരാത്തതോ തീയാണ്. ഓക്കെ. സൂര്യൻ. സൂര്യന് എന്തൊക്കെ പര്യായ പദം വരാം? സൂര്യന് എന്തൊക്കെ പര്യായ പദങ്ങൾ വരാം അല്ലെ? നമ്മൾ ആദിത്യൻ നമ്മൾ പറഞ്ഞതാണ്. അർക്കൻ അല്ലെ? ആദിത്യൻ, അർക്കൻ, ഇതൊക്കെ എന്താണ്? സൂര്യന്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ. അടുത്തത് സൂര്യനും ഭൂമിയും വിട്ടിട്ട് ഒരു കളി ഇല്ലാട്ടോ. PSC മതി എന്ന പദത്തിന് പര്യായ പദമായിട്ട് വരുന്നത് എന്താ? മതി. മതി പറഞ്ഞ എന്താ? എന്താ മതി? പകൽ. മതി എന്താണ്? പകലാണ്. പകലാണ് കേട്ടോ. മതി എന്താണ്? പകലാണ്. അടുത്തത് ശാരിക എന്ന പദം. ശാരിക എന്ന വാക്കിന് പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ശാരിക. ശാരിക എന്തൊക്കെ വരാം? ശബ്ദം. സോറി, ശാരിക എന്ന വാക്കിന് പര്യായ പദങ്ങൾ ഏതൊക്കെ വരാം? കീരം എന്താണ്? ശാരികയാണ്. സുഖം. പിന്നെയോ? കിളി. ഓക്കെ, ഇതൊക്കെ എന്താണ്? ശാരികയുടെ പര്യായ പദങ്ങളാണ്. കീരം, സുഖം, കിളി. കിളിനെയാണ് ശാരിക. കണ്ടോ? കിളിനെയാണ് ശാരിക, കീരം, സുഖം എന്നൊക്കെ പറയുന്നു. അടുത്തത് ധന്യം എന്നാണ് കേട്ടോ. ധന്യം. ഓക്കെ, ധന്യം എന്നതിന് പര്യായ പദം ഏതാ? ധന്യം.
അതായത് നമ്മുടെ മരുഭൂമിയിലെ ഡെസേർട്ട് അതിനെ പറയുന്ന മറ്റൊരു പദമാണ് ഇത് ധന്യം. അപ്പൊ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ അല്ലേ എന്താണ് അല്ലേ വണ്ടി കയറ്റി വിടലേ അല്ലേ ഒരു ഡയലോഗ് അല്ലേ. അപ്പൊ മരുഭൂമിന്റെ മറ്റൊരു പദം എന്താ ധന്യം അല്ലേ. താർ മരുഭൂമി താർ ധന്യം അല്ലേ. താർ ധന്യം ഇനി മറക്കില്ല അല്ലെ. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മറക്കില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഇതെങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം. അല്ലാണ്ട് വാക്കുകളിലൂടെ കാണാപ്പാഠം പഠിച്ച് ഒരു കോഡ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോ ശരിയായ അർത്ഥവും അറിയില്ല കാണാപ്പാഠം പഠിച്ചതും അറിയില്ല. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇപ്പൊ താർ മരുഭൂമി കിട്ടിയില്ലേ. താർ ധന്യം അല്ലെ. താർ ധന്യം. ഇനി എന്താ ധന്യം ഇത് 18/22 ചോദ്യമാണ്. അടുത്തത് 106 മുഖം. മുഖം എന്നതിന് എന്തൊക്കെ പര്യായ പദങ്ങൾ വരും. മുഖം എന്നതിന് എന്തൊക്കെ പര്യായ പദങ്ങൾ വരും. ഹാസ്യം. ഹാസ്യം മുഖമാണ്. ഹാസ്യം മുഖമാണ്. വദനം മുഖമാണ്. വദനം. വക്രം മുഖമാണ്. നമ്മുടെ മുഖത്തിനെ നമുക്ക് എന്തൊക്കെ പറയാം. ഹാസ്യം എന്ന് പറയാം. വദനം എന്ന് പറയാം. വക്രം എന്നും പറയാം. അടുത്തത് 107 പര്യായ പദം നോക്കൂ മക്കളെ. രക്തം. എന്തൊക്കെയാണ് രക്തത്തിന് പര്യായ പദങ്ങളായിട്ട് വരിക. രുധിരം അല്ലേ. നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചു. രുധിരം രക്തമാണ്. നിണം അല്ലെ. നിണവും ഇരുമ്പും നയം അല്ലേ. നിണം അല്ലെ എന്താണ് രക്തമാണ്. രുധിരം നിണം എന്തിന്റെ പര്യായ പദങ്ങളാണ്. നമ്മുടെ രക്തമില്ലേ നമ്മുടെ ബ്ലഡിനെ നമുക്ക് രുധിരം എന്നും പറയാം നിണം എന്നും പറയാം. അടുത്തത് കുതിര. കുതിരയ്ക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ വരാം. കുതിരയ്ക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ വരാം. പഠിച്ചതൊക്കെ ഓർക്കണം. പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഗ്രാസ്പ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എന്തൊക്കെയാണ്. അശ്വം അല്ലേ. അശ്വം കുതിരയാണ്. അശ്വം കുതിരയാണ്. തുരങ്കം കുതിരയാണ്. തുരങ്കം. ഹയം കുതിരയാണ്. മക്കളെ ഞാൻ ഒന്നും കൂടി പറയാണ്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒരു പര്യായ പദം ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ. എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടോ ഞാൻ കൂട്ടിച്ചേർത്തിട്ടോ ഒന്നും ഇട്ടിട്ടില്ല. PSC എന്താണ് ഓപ്ഷൻ കൊടുത്തത് അത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുതിരയ്ക്ക് എന്തൊക്കെയാണ്. അശ്വം തുരങ്കം ഹയം. അശ്വം തുരങ്കം ഹയം എന്താണ് കുതിരയുടെ പര്യായ പദമാണ്. അർബകർ. അർബകർ എന്താണ് അതിന് പറയാവുന്ന പദം. അർബകർ എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു പര്യായ പദം എന്താണ്. കുട്ടികളിനെ നമ്മൾ പറയും. നമ്മൾ കുട്ടികൾ എന്ന് പറയാറുണ്ട് അല്ലേ. ഒരു ദിവസം ഒരു കുട്ടികൾ എന്ന് പറയാത്ത ഒരു ദിവസം ഉണ്ടാകുമോ നമ്മള് ഇല്ല. അപ്പൊ അതിന് നമുക്ക് എന്തും പറയാം അർബകർ എന്ന് പറയാം. അപ്പൊ നമ്മുടെ കുട്ടികളിനെ നമുക്ക് എന്ത് പറയാം അർബകർ എന്നും പറയാം. അർബകർ. ഒന്ന് നോക്ക്. നിങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ കുട്ടിയോ നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികൾ ഉണ്ടാവില്ലേ കുട്ടികളെ എന്ന് ഞാൻ ഇനി അവരെ മുതട്ട് അർബകർ എന്ന് വിളിക്കുമെന്ന് ഒറ്റ പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ കണക്കാക്കിയാൽ മതി. പിന്നെ അത് എക്സാം ഹാൾ ഓർമ്മ കൊടുക്കും. ഓക്കെ. അർബകർ എന്താണ് കുട്ടികളാണ്. അർബകർ എന്താണ് കുട്ടികളാണ്. ഇനി ശത്രു. ശത്രുവിന് എന്തൊക്കെ പര്യായ പദങ്ങൾ വരും. ശത്രുവിന് എന്തൊക്കെ പര്യായ പദങ്ങൾ വരും. രിപു അല്ലേ. രിപു ശത്രുവാണ്. ഹരി നമ്മുടെ അടുത്ത വീട്ടിലെ ഹരി ഇല്ലേ നമ്മുടെ ശത്രുവാണ് കേട്ടോ. വൈരി ശത്രുവാണ് അല്ലെ. വൈരാഗ്യം വെച്ചിട്ട് നടക്കുക എന്ന് പറയും അല്ലെ. നമ്മുടെ ശത്രുക്കളോട് വൈരാഗ്യം വെച്ച് നടക്കുക. അപ്പൊ വൈരി അങ്ങനെ വൈരി കണക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ ഹരി എന്താണ് ശത്രുവാണ് അല്ലെ. പിന്നെ രിപു എന്താണ് ശത്രുവാണ്. അടുത്തത് സ്വർണം. സ്വർണത്തിന് എന്തൊക്കെ പര്യായ പദങ്ങൾ വരാം. സ്വർണം. സ്വർണത്തിന്റെ മറ്റൊരു അർത്ഥം എന്താ. അത് നമ്മളൊക്കെ പറഞ്ഞു അല്ലെ. ഹേമകം അല്ലെ. ഹേമകം നമ്മൾ പറഞ്ഞ ഹിമം സ്വർണം അല്ലെ. ഹിമം സ്വർണമാണ്. പിന്നെ ഉറുമ്പ് എന്നതിന് പര്യായം. ഉറുമ്പിന്റെ മറ്റൊരു പേരെന്താ. അടുത്തത് നിങ്ങളുടെ കാലിന്റെ അടുത്തുകൂടെ ഒരു ഉറുമ്പ് പോണ്ടോ നോക്ക്. നിങ്ങൾ ഇരിക്കുന്ന അവിടെ കാലിന്റെ അടുത്തുകൂടെ ഒരു ഉറുമ്പ് പോണ്ടോ.
അപ്പൊ പിപ്പിലിക്ക പോണു എന്ന് പറയാം, അയ്യോ എന്നെ പിപ്പിലിക്ക കടിച്ചു അല്ലേ. നമ്മൾ അയ്യോ എന്റെ കാലുറുമ്പ് കടിച്ചു എന്ന് പറയാം അല്ലേ. നമ്മൾ ഇനി എന്ത് പറയാ, അയ്യോ എന്റെ കാലില് പിപ്പിലിക്ക കടിച്ചു, അയ്യോ കുട്ടിയുടെ കാലിൽ പിപ്പിലിക്ക കടിച്ചു അല്ലേ. കുട്ടിയുടെ കാലിൽ പിപ്പിലിക്ക എന്നൊക്കെ പറയാൻ നിൽക്കുന്ന ഉറുമ്പെന്ന് പറയുന്നത് നല്ലത് അല്ലേ. ശരിയാണ്, ഉറുമ്പ് പിപ്പിലിക്ക ഒന്ന് ഓർമ്മ വെക്കാൻ പറയാം. പിന്നെ അർബകർ നമ്മൾ മറക്കോ, നമ്മുടെ കുട്ടികളെ പറയുന്ന പേര് അർബകർ എന്ന് മറക്കോ ഇല്ല. നമ്മുടെ അടുത്ത വീട്ടിലെ ഹരിനെ നമ്മൾ ഓർക്കില്ലേ, ഹരി നമ്മുടെ ശത്രു അല്ലേ ആണ്. ഉറുമ്പിനെ നമ്മൾ പിപ്പിലിക്ക കടിച്ചു പറഞ്ഞില്ലേ, ഉറുമ്പ് മറക്കുവോ, മറക്കില്ല. നമ്മുടെ രുതിരം അല്ലെ, രക്തം, രുതിരം, നിണം. കുതിര എന്താ, അശ്വം, തുരങ്കം, ഹയം അല്ലെ. അർബകർ കുട്ടികൾ, ശത്രു രിപു, ഹരി വൈരി, സ്വർണം ഹേമം, ഹേമകം ഇതൊക്കെ എന്താ സ്വർണമാണ്. ഉറുമ്പെന്താ, പിപ്പിലിക, പിപ്പിലിക ഒക്കെയാണ്. നമ്മള് 112 എന്ത് പഠിച്ചു, പര്യായ പദങ്ങള് ഒറ്റ ക്ലാസ്സിൽ പഠിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, നമ്മളിപ്പോ ഇരുന്ന് ഒരു പര്യായ പദം പഠിക്കണമെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു 5 പര്യായ പദങ്ങൾ പഠിക്കും അല്ലേ. ഒരു ദിവസം ഒരു 5 പര്യായ പദങ്ങൾ പഠിക്കും. എന്നിട്ട് ഒരാഴ്ചയില് ഒരു 6 ദിവസം പഠിക്കും. എത്രയായി, 30 പര്യായ പദങ്ങളായി. അപ്പൊ ശനിയാഴ്ച പഠിക്കും, അതായത് തിങ്കൾ ടു ശനി വരെ 30 പര്യായ പദം പഠിക്കും. ഞായറാഴ്ച രാവിലെയായി, അയ്യോ ഞാൻ ഒന്നാമത്തെ പര്യായ പദം ഞാൻ എന്താ പക്ഷേ, അയ്യോ എനിക്ക് ഒക്കെ മറന്നു, എല്ലാം മറന്നല്ലോ ഈശ്വര, ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് വരട്ടെ. വീണ്ടും ഞായറാഴ്ച എടുത്ത് റിവിഷൻ ചെയ്ത് ആ 30 പഠിക്കുമ്പോഴേക്കും അതിൽ കുറച്ച് കിട്ടും അല്ലേ, ഒരു 10 എങ്കിലും കിട്ടും. ഇവിടെ 30 എത്ര ദിവസം വേണം നോക്ക് നിങ്ങള്. ഒരു 112 പര്യായ പദങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണം. ലാസ്റ്റ് 112ാമത്തെ പര്യായ പദം പഠിക്കുമ്പോഴേക്കും നമ്മൾക്ക് ഒന്നാമത്തെ എന്താണ് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ആ സ്ഥാനത്ത് പി എസ് സിയുടെ കേന്ദ്രത്തിൽ അങ്ങോട്ട് തൊട്ട് കളിക്കണം അല്ലേ. അവിടെ അങ്ങോട്ട് തൊട്ട് പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാ, നെഗറ്റീവ് അങ്ങോട്ട് കുറച്ചിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പഠിക്കണം. അതിന് എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത വ്യക്തികൾ തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുള്ളത് കേട്ടോ. അത് ഉറപ്പ് തന്നെയാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂല്? ഇല്ല, എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് തന്നെയാണ്. അതാണ് മർമ്മം, മനസ്സിലായോ. അത് മനസ്സിലാക്കി അത് തൊട്ടുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നോക്കും നമ്മള്, ഇപ്പൊ നമ്മൾ PSCന്റെ രീതിക്ക് പോയി, PSCയുടെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളിന്റെ രീതിയിലേക്ക് നമ്മൾ എത്തിയില്ലേ. ഇപ്പൊ നമുക്ക് മനസ്സിലായി, ഓ PSC ഇന്നതൊക്കെ മക്കളെ. ഞാൻ 100% സത്യം പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ പോലും ഒരു വേർഡ് പോലും ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇതിലിട്ടിട്ടില്ല. കാരണം 112 ക്വസ്റ്റ്യനും 112 ഇവര് ഓപ്ഷൻ തന്നത് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ. അപ്പൊ PSCക്ക് നമുക്കറിയാം, PSC കണ്ടോ ഏതാണ് പര്യായ പദങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പൊ ഈ 112 നിന്ന് നന്നായി പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ അപ്പുറം അങ്ങോട്ട് ടഫ് ആയിട്ട് ചോദിക്കാൻ ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് വിടുക, അത് ആർക്കും കിട്ടില്ല. നമ്മളിവിടെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇതിനപ്പുറം ചാടിക്കെടുക്കാൻ പിന്നെ ആരാ ഉള്ളത് അവിടെ. അപ്പൊ അതങ്ങോട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ 112 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പര്യായ പദങ്ങൾ നമ്മൾ അവിടെ കംപ്ലീറ്റ് ആക്കി കേട്ടോ. കംപ്ലീറ്റ് ആക്കി. ഞാൻ ഇംഗ്ലീഷും മലയാളവും ഒന്ന് വേഗം തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇംഗ്ലീഷും മലയാളത്തിലെയും ടോപ്പിക് വൈസ് ആയിട്ട് വേണ്ട കാരണം എന്താണെന്ന് പറയുന്നത്, നല്ല മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഇത്. ഇരുന്ന് GK പഠിക്കുന്ന, അപ്പൊ അതിന് ഒരുപാട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം അല്ലേ. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് GK പോർഷനിലേക്ക് വേഗം കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക് ഇംഗ്ലീഷിന്റെയോ മലയാളത്തിന്റെയോ ഏതെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോട് പറയാണ്, 64 65 66 ക്വസ്റ്റ്യൻ പേപ്പറോളം 2024ത്തെയും 2025ലെയും ഫുൾ ഇംഗ്ലീഷും മലയാളവും ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷും മലയാളവും മാത്രം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ക്ലാസ്സിൽ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് നന്നായിട്ട് പ്രയോജനപ്പെട്ട് നല്ല മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി എന്താണ് പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പിക് വൈസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി തരുന്നത്. അപ്പൊ അടുത്ത എക്സാമുള്ളവർക്ക് എന്ത് ചെയ്യാം, 24ത്തെയും 25ത്തെയും ഫുൾ ഇംഗ്ലീഷും മലയാളം ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് അങ്ങോട്ട് വേഗം കണ്ട് എങ്ങനെ വന്നു എന്ത് വന്നു എന്നൊക്കെ അത് ക്ലാസ്സുകളിൽ പറയേണ്ടത് പ്രയോജനപ്പെടുത്തിയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് GK സുപ്രധാന നിയമങ്ങളിൽ നമ്മൾ പോക്സോയില് 2021 മുതൽ 25 വരെ എന്തൊക്കെ PSC 10ാം ക്ലാസ് നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലും +2 നിലവാരത്തിലും ഒക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് പോക്സോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പ്രയോജനപ്പെട്ട നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റ് കണ്ടു. ഒരുപാട് സന്തോഷം. എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും താഴെ ഒരു കമന്റ് കൂടിയിട്ട് ഇടുക. നിങ്ങളുടെ വാക്കുകളുടെ ഓരോ പ്രചോദനം നമുക്ക് ഡെയിലി ക്ലാസ് ഇടാനുള്ള ഒരു പ്രചോദനമാണ് നിങ്ങളുടെ ഓരോ വാക്കുകളും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കാം, അതിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.